ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സിമ്പിളായിട്ട് ഒരു ചില്ലി മഷ്റൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ചില്ലി മഷ്റൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തേക്കുന്നത്. ഇത് ഞാനിപ്പം കഴുകിയെടുത്തേക്കുന്ന ഇത് ഞാൻ ഇനി അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം, കുറച്ച് കുരുമുളക് പൊടി ഇടാം, മൈദ ഒരു സ്പൂൺ ഇടാം, കോൺഫ്ലവർ ഒരു സ്പൂൺ ഇടാം, മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇടാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിക്കാം. ഇത്രയും മതി, 2-3 ഡ്രോപ്പ്. ഈ മസാലയെല്ലാം മഷ്റൂമിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മതി. ഇനി ഇത് ഇവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചത് വറുത്തെടുക്കണം. ഇനി നമുക്ക് വറുത്തെടുക്കാം. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു. ഇനി കുറച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. കോക്കനട്ട് ഓയിലല്ല, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എപ്പോഴും ഈ ചൈനീസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് എപ്പോഴും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. ഫ്ലേവർലെസ് ഓയിലായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടാകുമ്പം നമുക്ക് മഷ്റൂം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം ഇട്ട് ഫ്രൈ ചെയ്യാം. 2 ബാച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കാം. ഇത് വേവാൻ അധികം നേരം വേണ്ട, ഒരു 5 മുതൽ 7 മിനിറ്റ് മതി മഷ്റൂം വേവാനായിട്ട്. മഷ്റൂം പെട്ടെന്ന് വെന്തോളും. ഇടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇടാം. അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പ് കുറച്ചൊന്ന് തീ കൂട്ടി വയ്ക്കണം. അടുത്ത ബാച്ച് ഇടാൻ പോവുക. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇടയ്ക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. ഇതും കോരി എടുക്കാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം മഷ്റൂമും വറുത്ത് കോരി എടുത്തു. ഇനി നമുക്ക് ഈ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി. ഇത്ര എണ്ണ വേണ്ട ഇനി മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് നമുക്ക് ബാക്കി മസാലയെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്ര എണ്ണ മതി. ഇനി നമുക്കിതിനകത്ത് നമുക്ക് വെളുത്തുള്ളിയും സവാളയൊക്കെ വരട്ടിയെടുക്കാം. തീ കുറച്ച് കൂട്ടി വയ്ക്കാം. എണ്ണ ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളതിനകത്തേക്ക് വെളുത്തുള്ളി ഇടുവാണ്. അത് പതിയെ ഒന്ന് വാടിക്കഴിയുമ്പം ഇഞ്ചി ഇടാം. ഇതും ഒന്ന് വാടിക്കഴിയുമ്പം സവാള ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞത് നമ്മളതിനകത്ത് ഇടുക. നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഇടുക. ഇതും ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് ഒഴിക്കാം. ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കണേ. റെഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. 1 ടേബിൾ സ്പൂണോളം ഒഴിക്കണം. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അത് 1 ടേബിൾ സ്പൂണോളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ അങ്ങനെ ഇടുന്നേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കണം.
നമുക്ക് സോയ സോസിനകത്തും നമ്മൾ പിന്നെ മഷ്റൂമിനകത്തും ഉപ്പ് ആഡ് ചെയ്തേക്കണമുണ്ട്. കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇതിനിപ്പോൾ ഉപ്പുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ ഉപ്പ് നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ച മഷ്റൂം ആഡ് ചെയ്യുക. എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ഗ്രീൻ ചില്ലി പീസായിട്ടുള്ളത് അരിഞ്ഞിട്ട് അതിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇടണം. ഇങ്ങനെ ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ ഇതുപോലെ എടുക്കാം നമുക്ക്. ഇത് കുറച്ച് ഞാൻ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാം. കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാൻ പോവുക. ഗ്രേവി വേണ്ടാത്തവർക്ക് ഇത് ചെയ്യണ്ട, ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. കുറച്ച് കുരുമുളക് പൊടിയുടെ ഇടാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി. തീ കുറച്ച് വെച്ചു. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനോടെ ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.